ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയണ്ട, അച്ഛന് ഭയങ്കര ടെൻഷനായിരിക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഗോവർദ്ധൻ പറയും, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞെന്നിരിക്കുക, നാളത്തെ പത്രം കണ്ട ബാലേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തില്ലേ. ആദ്യത്തെ പത്രത്തിൽ 4 പ്രതികളുടെയും വെണ്ടക്ക അക്ഷരത്തിലുള്ള വാർത്തകളും ഫോട്ടോസും ഒക്കെ വരും. പിന്നെ ആ പെൺകുട്ടിയുടെ വീടും അവൾക്ക് കൊടുത്ത മയക്കുമരുന്നും അതിന്റെ ബോട്ടിലും പെൺകുട്ടിയെ കൊണ്ടു നടന്ന കാറും എല്ലതും വിശദമായി തന്നെ ആ പത്രത്തിൽ കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവാണേ. അപ്പൊ തന്നെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്നോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു എന്ന്. അങ്കിളെ, അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അങ്കിളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീന പറയുന്നു. അങ്ങനെ ഗോവർദ്ധൻ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബബിത വന്നിട്ട് ചോദിക്കും, എന്താ അവിടെ പ്രശ്നം? അല്ല, ഇവിടുത്തെ പ്രശ്നമൊന്നും മോൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് രോഹിത്തേട്ടനെ ജയിലിലേക്ക് കൊണ്ടുപോയതല്ലേ, അതൊരു വക്കീലിനെ കണ്ട് ജാമ്യം എടുത്താൽ തീരാവുന്നതല്ലേ എന്ന് ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, ആ ജാമ്യം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്ന് പറയേ. അതെന്താ അങ്കിൾ, അലീനയോട് മാത്രമേ പറയാവുള്ളൂ, എല്ലാ കാര്യം ഞങ്ങളോടൊന്നും പറയത്തില്ലേ, ഞങ്ങളെന്താ അച്ഛൻ്റെ മക്കളല്ലേ എന്നൊക്കെ ചോദിക്കും. അതോ ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരിയാണോ, അതല്ലെങ്കിൽ അലീനയുടെ അത്ര സൗന്ദര്യം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗോവർദ്ധൻ അങ്ങ് ദേഷ്യം പിടിക്കൂട്ടോ. എന്നിട്ട് പറയും, അഹങ്കരിക്കാതെ കൊച്ചെ, നിന്റെ അമ്മ 2 കൈയും ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, നിന്റെ അച്ഛന് അറ്റാക്ക് വന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു റൂമിൽ കിടക്കുന്നു, നിന്റെ ആങ്ങളയെ ബലാത്സംഗ കേസിൽ ഏതോ ഒരു പോലീസ് ക്ലബിൽ അടികൊണ്ട് ഇരിക്കുവാണ്, ഇതൊക്കെ കണ്ടിട്ടും നിന്റെ അഹങ്കാരം കുറച്ചൊന്ന് കുറയ്ക്ക്, ഇനി നിന്നോട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞെന്ന് വെച്ച് നിനക്ക് വല്ലതും ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഗോവർദ്ധൻ അങ്ങ് പോവാണേ. അപ്പൊ അലീന കാര്യങ്ങൾ പറയാനായിട്ട് വരുന്നുണ്ട് ബബിതയുടെ അടുത്ത്. നിന്റെ വിചാരം നീ വലിയ ആളാണെന്നാ, നിന്റെ ഒരു മുടിനാരിഴ പോലും വിലയില്ല നിനക്ക് എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് കയറി പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെ ആണ്. കഥയ്ക്കൽ മാളിക വീട്ടിൽ ഇങ്ങനെ ഇരിക്കാട്ടോ, ടെൻഷൻ അടിച്ച് പുറത്തു പോലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവരുടെ ഗേറ്റിന് കുറെ ആളുകൾ ചേർന്നിട്ട് വടി വെച്ചിട്ട് അടിക്കുന്നത്. ഇറക്കി വിടടാ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും കമല ഓടി വന്നിട്ട് നമ്മുടെ മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ആരൊക്കെയോ വന്ന് നമ്മുടെ ഗേറ്റ് പൊളിക്കുന്നു, നീ ഇതൊന്നും കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ അമ്മയുടെ പുന്നാര മോന് പൂമാലയിടാൻ വേണ്ടി വന്നവരാ, ഞാൻ പോയി അവരെ സ്വീകരിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമല പറയും, നിനക്കൊന്നും പറ്റില്ലെങ്കിൽ പോലീസുകാരെ വിവരം അറിയിക്കുക എന്ന് പറയുമ്പോൾ ഈ അമ്മ കൊറോണ വൈറസിനേക്കാളും കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്. അതേസമയം മനു ടെറസിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ നോക്കി നിൽക്കുകയാണെ. അവിടേക്ക് നമ്മുടെ കമലയും ചെല്ലുന്നുണ്ട്. അപ്പോൾ പൂര തെറി കേട്ടിട്ട് കമലയോട് മനു തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസ് വന്നിട്ട് ഇവരൊക്കെ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോവാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കമലയെയും രഞ്ജുവിനെയും മനുവിനെയും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. കാരണം റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണല്ലോ, പുറത്ത് നടക്കുന്നൊന്നും അറിയത്തില്ല. ഗേറ്റിനടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മനു വന്ന് വാതിൽ തുറന്നിട്ട്, എന്താ മുത്തശ്ശി, എന്താ ഇവിടെ ഒരു ബഹളം, മുത്തശ്ശിക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കൊരു ഭക്ഷണം വേണ്ട, ഇവിടെ കുറെ നേരമായല്ലോ ഒച്ചയും ബഹളമൊക്കെ തുടങ്ങിയിട്ട്, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മനു കാര്യങ്ങളൊക്കെ പറയാണ്, ഇവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹരിയില്ലേ, അവനെ ഒരു പെണ്ണായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ, അവനെ സ്നേഹിക്കാനും ഒരു പെണ്ണോ എന്ന് ചോദിക്കുകയാണെ. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സത്യസന്ധന്മാരെ അല്ലല്ലോ ഇഷ്ടം, കുറച്ച് ഉടായ്പ് കാണിക്കുന്നവരെ ആണല്ലോ, അങ്ങനത്തെ ഒരുത്തനാണല്ലോ നമ്മുടെ ഹരി. അങ്ങനെ അവളെയും കൂട്ടി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ താമസം ഇല്ലാത്ത വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ ബർത്ത്ഡേ ഒന്നും ഉണ്ടായിരുന്നില്ല, പകരം ഹരിയുടെ 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി അങ്ങ് വായിൽ കൈ വെക്കിട്ടോ. എന്തൊക്കെയാ മോനെ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചിട്ട്, അതെ മുത്തശ്ശി, ആ പെൺകുട്ടി ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലാണ്, ഇത് എപ്പോഴാ സംഭവം നടന്നേ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അത് ഇന്നലെ ആയിരുന്നു സംഭവം, ഇന്ന് രാവിലെ ഒരുത്തൻ ഹരിയെ വിളിച്ച് അർജന്റായിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹരി പോയി, അവനെ പോലീസ് പിടിച്ചിട്ട് അവനെ കൊണ്ട് ഹരിയെ വിളിപ്പിച്ചതാ എന്ന് പറയുമ്പോൾ ഇത് ഒക്കെ കേൾക്കുന്ന മുത്തശ്ശി ആദ്യം പറയും, അത് ചതിയല്ലേ മോനെ, നമ്മുടെ ഹരി ഒന്നും അറിയാതെ തന്നെ പോലീസിന്റെ വലയിൽ വീണു പോയതല്ലേ എന്ന് ചോദിക്കുകയാണേ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനു വേഗം, അത് ശരി, അപ്പം മുത്തശ്ശിക്ക് അവനെ പോലീസ് പിടിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോനെ, അത് നമ്മുടെ മോനല്ലേ എന്ന് ചോദിക്കാട്ടോ. എങ്കിലേ മുത്തശ്ശി ഒന്നും കൂടെ കേട്ടോ, വൈജാൻറ്റിയുടെ മകനും ഹരിയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിട്ട് പറയും, വൈജ ഇതൊക്കെ അറിഞ്ഞോ മോനെ എന്ന്.
വൈജാൻ്റെ ഇതൊക്കെ എങ്ങനെ അറിയാതിരിക്കും? പത്രത്തിൽ അങ്ങനെയല്ലേ, വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് ന്യൂസുകളൊക്കെ വരിക, അവരുടെ ഫോട്ടോ അടക്കം എന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര എന്ന് പറയണേ. എന്നിട്ട് പറയും സ്വന്തം അമ്മയെയും ആങ്ങളമാരെയും ഒന്നും അനുസരിക്കാതെ എടുത്തു ചാടുമ്പോൾ ഓർക്കണമായിരുന്നു മക്കളിങ്ങനെ ഓരോ വഴിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, അതിന് വൈജ ഇപ്പോൾ എന്താ പിഴച്ചതെന്ന്? എല്ലാം കാട്ടിക്കൂട്ടിയത് നമ്മുടെ ബാലേന്ദ്രനല്ലേ, അവനല്ലേ മറ്റൊരു സ്ത്രീയുടെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി വന്നത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണേ. അപ്പോൾ നമ്മുടെ മനു ചോദിക്കും, വൈജാന്റിക്ക് കല്യാണത്തിന് മുൻപേ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലേ? ആഗ്രയിൽ വെച്ച് ആ കുട്ടിയെ പ്രസവിച്ചില്ലേ? എന്നിട്ട് നിങ്ങളൊരു ഓർഫനേജ് ഉപേക്ഷിച്ചില്ലേ? എന്നിട്ട് ആ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടല്ലേ വൈജാന്റിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ മനുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ നാണുണ്ടോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഓരോരുത്തരും കാട്ടിക്കൂട്ടിയതിന്റെ ഫലം അടുത്ത തലമുറയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു ചൊല്ലുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന്. അതുപോലെയാണ് നിങ്ങളുടെയൊക്കെ കാര്യം. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും കരയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് എണീറ്റ് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.